എല്ലാ കൂട്ടുകാർക്കും KTT കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള 13ാമത്തെ ക്ലാസ് ആണ് ചെയ്യുന്നത്. മാഗ്നറ്റിസം ആണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഭാഗത്തു നിന്ന് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങൾ ടോപ്പിക്കാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. സിലബസിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇത്രയും ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് എവിടെ നിന്ന് ചോദിച്ചാലും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, 100% ഉറപ്പാണ്. അപ്പോൾ നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാം. അതിൻ്റെ അകത്ത് സിലബസ് അനുസരിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, ഫ്രീ ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്കാദ്യം നാച്ചുറൽ മാഗ്നറ്റും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. നാച്ചുറൽ മാഗ്നറ്റ് നമുക്കറിയാം പ്രകൃതിയാൽ ഉണ്ടാവുന്നതാണ്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ ലബോറട്ടറിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ മാഗ്നറ്റ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റിനെ അപേക്ഷിച്ച് വീക്കർ ആയിരിക്കും. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് അത് സ്ട്രോങ്ങർ ആയിരിക്കും അല്ലേ. ലാസ്റ്റ് എക്സാമ്പിളാണ് നാച്ചുറൽ മാഗ്നറ്റിൻ്റെ എക്സാമ്പിൾ ലോഡ് സ്റ്റോണും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റിൻ്റെ എക്സാമ്പിൾ ബാർ മാഗ്നറ്റ്, ഇലക്ട്രോ മാഗ്നറ്റ്, ഡിസ്ക് മാഗ്നറ്റ് എന്നൊക്കെ പറയാം. അടുത്തത് ടെമ്പററി മാഗ്നറ്റ്, പെർമനൻറ്റ് മാഗ്നറ്റ്. ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മുമ്പ് പഠിച്ചേക്കണം. ടെമ്പററി മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്താണ്? പേര് പോലെ തന്നെ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ടെമ്പററി ആയിരിക്കും. എക്സാമ്പിളായിട്ട് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റ് പറയാം. അവിടെ ഇലക്ട്രിസിറ്റി കൊടുത്താൽ മാത്രമേ അതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടാവൂ. ഇലക്ട്രിസിറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് നിൽക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ ടെമ്പററി ആണ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് സോഫ്റ്റ് അയൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പററി മാഗ്നറ്റ്സ് ആർ മെയ്ഡ് ഓഫ് സോഫ്റ്റ് അയൺ, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് മെയ്ഡ് ഓഫ് സോഫ്റ്റ് അയൺ. രണ്ടും കറക്റ്റാണ്. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്തത് പെർമനൻറ്റ് മാഗ്നറ്റ് ആണ്. പെർമനൻറ്റ് മാഗ്നറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പെർമനൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ, കൊബാൾട്ട്, നിക്കലാണ്. അതുപോലെ എക്സാമ്പിൾ അൾനിക്കോ. ബാർ മാഗ്നറ്റ് നമ്മുടെ ഒരു പെർമനൻറ്റ് മാഗ്നറ്റിന് എക്സാമ്പിളായിട്ട് പറയാം. അടുത്തത് ബാർ മാഗ്നറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. നമ്മളൊരു ബാർ മാഗ്നറ്റ് ചുമ്മാ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടാൽ അതിൻ്റെ പോയിൻ്റ് എങ്ങനെ ആയിരിക്കും? പോയിൻ്റ് ചെയ്യുന്നത് നോർത്ത് സൗത്ത് ഡിറക്ഷനിലായിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, ബാർ മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ആണ്. അതുപോലെ നമുക്കറിയാം അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്യും, ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യും. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് പോൾസിലായിരിക്കും മാക്സിമം. അതുപോലെ നമ്മൾ അതിൻ്റെ സെൻറ്ററിലോട്ട് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് മിനിമം ആയിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി നമുക്കറിയാം എന്താണ്? ഫീൽഡ് ലൈൻസ് നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലാണ് എൻഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഫീൽഡ് ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. മൂന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? മാഗ്നറ്റിൻ്റെ ഉള്ളിലൂടെയാണ് ഫീൽഡ് ലൈൻസ് പോകുന്നതെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്തിലോട്ടായിരിക്കും ഡിറക്ഷൻ. ഇനി മാഗ്നറ്റിൻ്റെ പുറത്തൂടാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? നോർത്തിൽ നിന്ന് സൗത്തിലോട്ടായിരിക്കും. മാഗ്നറ്റിക് ഡൈപോൾ എന്താണ്? നമ്മളൊരു ബാർ മാഗ്നറ്റ് എടുത്താൽ നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട്. ഇത് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്മോൾ ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ. ഇതിനെയാണ് മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? പോൾ സ്ട്രെങ്തിൻ്റെയും മാഗ്നറ്റിക് ലെങ്തിൻ്റെയും പ്രോഡക്റ്റാണ്. മാഗ്നറ്റിക് ലെങ്ത് എന്ന് പറയുന്നത് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. മനസ്സിലായോ? ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇതിൻ്റെ യൂണിറ്റ് ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്. നമുക്കിവിടെ എക്സാമിന് ചോദിക്കുന്നത് 3 കേസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള. മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെൻറ്റ്, ബാർ മാഗ്നറ്റിൻ്റെ കേസ്, സർക്കുലർ ലൂപ്പ്, റിവോൾവിംഗ് ഇലക്ട്രോൺ. ഒത്തിരി ഒന്നും വിശദീകരിക്കുന്നില്ല, നമ്മൾ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ബാർ മാഗ്നറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെൻറ്റ് M = ഇത് ഞാൻ ക്യാപിറ്റൽ M ആയിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ പോൾ സ്ട്രെങ്ത് ഇൻറ്റു എന്താണ്? ബാർ മാഗ്നറ്റിൻ്റെ കേസിൽ നമുക്കറിയാം നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ 2L ആയിട്ട് എടുക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെൻറ്റ് പ്രോഡക്റ്റ് ഓഫ് പോൾ സ്ട്രെങ്ത് ഇൻറ്റു എന്താണ്? മാഗ്നറ്റിക് ലെങ്ത് ആണ്. അത് കഴിഞ്ഞു. അടുത്ത സർക്കുലർ ലൂപ്പിൻ്റെ ഇക്വേഷൻ എന്താണ്? മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെൻറ്റ് = കറണ്ട് ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇതിൽ കറണ്ട് നമ്മളായി ഇതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? πr² ആണ്. അപ്പം πr² I എന്ന് പറഞ്ഞ് നമുക്ക് ഇക്വേഷൻ കിട്ടും. അടുത്ത റിവോൾവിംഗ് ഇലക്ട്രോണിൻ്റെ കേസ് ആകുമ്പം M = EVR/2. അപ്പോൾ E എന്ന് പറയുന്നത് ചാർജാണ്, V എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, R എന്ന് പറയുന്നത് റേഡിയസ് ആണ്. 3 ഇക്വേഷനും പഠിച്ചു വെച്ചേക്കുക.
ബാർ മാഗ്നറ്റ് ഈസ് ആൻ ഇക്വലൻറ്റ് സോളിനോയിഡ് എന്ന് വെച്ചാൽ സോളിനോയിഡ് ഒരു ബാർ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. ആ പ്രൂവ് ചെയ്യുന്നതിന് നമ്മൾ ഒരുപാട് ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും വേണ്ട, നമുക്ക് ഒരു ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതായത് നമ്മൾ ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് സോളിനോയിഡാണ്. പക്ഷേ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷന് തുല്യമായിട്ടുള്ളതാണ്. അപ്പോൾ B = μ0 / 4π 2m / r³. അടുത്ത നമ്മൾ പഠിക്കേണ്ട ഇക്വേഷനാണ് ഡൈപോൾ ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു ബാർ മാഗ്നറ്റ് വെച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ്, അത് ബിഗിൻസ് ടു റൊട്ടേറ്റ് അല്ലേ. അപ്പോൾ ഒരു റൊട്ടേഷണൽ എഫക്റ്റ് ഓഫ് ഫോഴ്സ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ബാർ മാഗ്നറ്റ് വെച്ചിരിക്കുന്നു. അതിൻ്റെ അകത്ത് എന്തുണ്ടാവുന്നു, ഒരു ടോർക്ക് ഉണ്ടാവുന്നു അല്ലേ. ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ ഇക്വേഷനാണ് ടോർക്ക് ഈസ് ഈക്വൽ ടു -mb sin θ. മൈനസ് സൈൻ കൊടുത്തത് റീസ്റ്റോറിങ് ടോർക്ക് ആയതുകൊണ്ടാണ്. എം എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് മാഗ്നറ്റ് ആണ്. അതുപോലെ ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്. നമ്മൾ ഗോസസ് ലോ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഞാനൊരു ക്ലോസ്ഡ് സർഫസ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ഷെൽ എടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ എന്തുണ്ട്, ഒരുപാട് ചാർജസ് ഉണ്ട് അല്ലേ. Q1 Q2 Q3 Q4 Q5 എല്ലാം ചാർജസ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇതുവഴി പാസ് ചെയ്ത് പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഇലക്ട്രിക് ഫ്ലക്സിന് എന്തിന് ഈക്വൽ ആണ്, 1/ε0 ഇൻറ്റു ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ടോട്ടൽ ചാർജ് Q1 + Q2 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ചാർജ്. അതിനെയാണ് നമ്മൾ Q എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇക്വേഷൻ ഗോസസ് ലോ പറയുന്നത്. Φ = 1/ε0 ഇൻറ്റു Q. ഇനി നമ്മൾ ഇതിൻ്റെ എന്ത് പഠിക്കണം, അതെന്താ ലോ പറയുന്നത് എന്താണെന്ന് നോക്കാം. ദ ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ്, അതായത് Φ ഈസ് ഈക്വൽ ടു 1/ε0. ഇവിടെ ഇൻറ്റുവിന് പകരം ഇവിടെ ടൈംസ് എന്നാണ് കേട്ടോ പറയുന്നത്. 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. അതാണ് ഗോസസ് ലോ എന്ന് പറയുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എർത്ത് മാഗ്നറ്റിസം. അതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഡൈനാമോ എഫക്റ്റ് ആണ്. എർത്തിന് ഔട്ടർ കോറും ഉണ്ട് ഇന്നർ കോറും ഉണ്ട്. നമുക്കറിയാം ഔട്ടർ കോറിൽ സ്റ്റേറ്റിലാണ്, മോൾട്ടൺ സ്റ്റേറ്റിലാണ് അല്ലേ. മെൽറ്റഡ് അയൺ, നിക്കൽ, കോപ്പർ ഇതൊക്കെയുണ്ട്. അപ്പം എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഔട്ടർ കോറും എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, സർക്കുലേറ്റിംഗ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവും. ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുന്നതിൻ്റെ ഫലമായിട്ട് നമുക്കിവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. ഇതാണ് എർത്തിൻ്റെ മാഗ്നറ്റിസത്തിന് കാരണമാകുന്നത്. ഈ എഫക്റ്റിനെയാണ് നമ്മൾ ഡൈനാമോ എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ജിയോഗ്രഫിക് മെറിഡിയൻ ആണ്. അതായത് എ പ്ലെയിൻ പാസിംഗ് ത്രൂ ജിയോഗ്രഫിക്കൽ നോർത്ത് ആൻഡ് ജിയോഗ്രഫിക്കൽ സൗത്ത്. ഇത് നമ്മുടെ എർത്താണ്. എർത്തിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നോർത്തിനെ നമ്മൾ എന്ത് പറയും, ജിയോഗ്രഫിക്കൽ നോർത്ത് എന്ന് പറയും. സൗത്തിനെ ജിയോഗ്രഫിക്കൽ സൗത്ത് എന്ന് പറയും. ഇപ്പോൾ ഈ ജിയോഗ്രഫിക്കൽ നോർത്തിൽ നിന്ന് ജിയോഗ്രഫിക്കൽ സൗത്തിലേക്ക് ഒരു പ്ലെയിൻ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ പ്ലെയിനെയാണ് നമ്മൾ ജിയോഗ്രഫിക് മെറിഡിയൻ എന്ന് പറയുന്നത്. അടുത്തത് മാഗ്നറ്റിക് മെറിഡിയൻ ആണ്. ദ പ്ലെയിൻ പാസിംഗ് ത്രൂ മാഗ്നറ്റിക് സൗത്ത് ആൻഡ് മാഗ്നറ്റിക് നോർത്ത്. അപ്പോൾ നമ്മൾ ജിയോഗ്രഫിക് മെറിഡിയൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ എർത്തിൻ്റെ മാഗ്നറ്റ് കൺസിഡർ ചെയ്യണം. എർത്തിൻ്റെ മാഗ്നറ്റ് കുറച്ച് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നോർത്ത് പോളാണ്, ഇത് സൗത്ത് പോളാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എർത്തിൻ്റെ മാഗ്നറ്റ് ആയതുകൊണ്ട് മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയും. ഈ പോളിനെ എന്ത് പറയും, മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയും. സൗത്തിനെ എന്ത് പറയും, മാഗ്നറ്റിക് സൗത്ത് എന്ന് പറയും. എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യുന്നു, ഈ മാഗ്നറ്റിക് നോർത്തിൽ നിന്ന് മാഗ്നറ്റിക് സൗത്തിലേക്ക് ഒരു പ്ലെയിൻ ഇതുവഴി ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പ്ലെയിനെയാണ് നമ്മൾ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് നോർത്ത് പോളിൽ നിന്ന് മാഗ്നറ്റിക് സൗത്ത് പോളിലേക്ക് ഒരു പ്ലെയിൻ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് മെറിഡിയൻ. അടുത്തത് ഡിക്ലിനേഷൻ ആണ്. ആംഗിൾ ബിറ്റ്വീൻ ദ ജിയോഗ്രഫിക്കൽ മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ. ഇപ്പോൾ ജിയോഗ്രഫിക് മെറിഡിയൻ ഇതാണ്, ഇതെന്താണ്, മാഗ്നറ്റിക് മെറിഡിയൻ ആണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു ആംഗിൾ അല്ലേ, നമുക്ക് ആൽഫ എന്ന് കൊടുക്കുക, ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു. അപ്പോൾ ജിയോഗ്രഫിക് മെറിഡിയനും അതുപോലെ തന്നെ മാഗ്നറ്റിക് മെറിഡിയനും ഇടയ്ക്ക് ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എർത്താണ്. എർത്തിൽ നിന്ന് ഒരുപാട് മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ വന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ ബി എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ഞാൻ രണ്ട് കമ്പോണൻ്റ് ആക്കുവാണ്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്.
ഒന്ന് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ്, ബി വിയും ബി എച്ചും. ഈ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ബിയും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും തമ്മിൽ ചേർന്നൊരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്, അതാണ് തീറ്റ. ഈ തീറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഡിപ്പ് എന്ന് പറയുന്നത്. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും കൂടെ ചേർന്നുണ്ടാകുന്ന ആംഗിളാണ് തീറ്റ. ഇതിനെ നമ്മൾ എന്ത് പറയും, ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഡിപ്പ് എന്ന് പറയും. ഈ ഡിപ്പ് ആംഗിൾ എപ്പോഴും ചേഞ്ച് ചെയ്യും കേട്ടോ, ഓരോ പ്ലേസിലും ചേഞ്ച് ചെയ്യും. ഇക്വേറ്ററിൽ ഡിപ്പ് ആംഗിൾ എത്രയാണ്, 0 ആണ്. പോൾസിൽ വരുമ്പോഴത്തേക്ക് 90 ഡിഗ്രിയാണ്, അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് എലമെൻറ്റ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. എർത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, ഇൻക്ലിനേഷൻ, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഡിക്ലിനേഷൻ. മറന്നു പോകരുത്. എലമെൻറ്റ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഏതൊക്കെയാണ്, ഇൻക്ലിനേഷൻ, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഡിക്ലിനേഷൻ. അടുത്തത് ഹൊറിസോണ്ടൽ ഇൻറ്റൻസിറ്റിയും എർത്ത് മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ ബി എച്ച് എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ഇൻറ്റൻസിറ്റിയാണ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ, അത് ബി കോസ് തീറ്റ എന്ന് എഴുതി ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ബി വി എന്ന് പറയുന്നത് എന്താണ്, വെക്റ്റർ ഇൻറ്റൻസിറ്റി ആണ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ, അത് ബി സൈൻ തീറ്റ എന്ന് എടുത്തു ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ ബി വി ഡിവൈഡ് ബൈ ബി എച്ച് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ ബി കോസ് തീറ്റ. സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ടാൻ തീറ്റയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ബി വി ഡിവൈഡഡ് ബൈ ബി എച്ച് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് എഴുതാം. ഇനി നമ്മൾ ഇക്വേഷൻ 1ഉം 2ഉം കൂടെ എന്ത് ചെയ്യണം, സ്ക്വയർ ചെയ്യുന്നു. രണ്ടും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി എച്ച് സ്ക്വയർ പ്ലസ് ബി വി സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ എർത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. അതായത് നമ്മൾ ഒരു സബ്സ്റ്റൻസിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ താഴെ പറയുന്ന 4 പാരാമീറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യണം അല്ലേ. അതിൽ ആദ്യത്തേത് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ്. നമുക്കത് എമ്മോ അല്ലെങ്കിൽ ഐയോ ആയിട്ട് എടുക്കാം. ഞാനിവിടെ ഐ ആയിട്ടാണ് എടുക്കുന്നത്. ഇനി അടുത്തത് സസെപ്റ്റബിലിറ്റി ആണ്. സസെപ്റ്റബിലിറ്റിയെ നമ്മൾ കൈ എന്നുള്ള ഇത് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അടുത്തത് പെർമിയബിലിറ്റി ആണ്. നമുക്കറിയാം മ്യൂ എന്ന അക്ഷരം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റ് വൺ മാഗ്നറ്റൈസിങ് ഫീൽഡാണ്. മാഗ്നറ്റൈസിങ് ഫീൽഡിനെ നമ്മൾ എച്ച് വെച്ച് ഡിനോട്ട് ചെയ്യും. മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് ഉപയോഗിച്ച് ഒരു മുട്ട് സൂചി അല്ലെങ്കിൽ നീഡിലിനെയോ എന്തിനെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, മാഗ്നറ്റൈസ് ചെയ്യുന്നു അല്ലേ. ആ മാഗ്നറ്റൈസ് ചെയ്യുന്ന ആ ഒരു ഫീൽഡിനെയാണ് നമ്മൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ബിയും അതുപോലെ മാഗ്നറ്റൈസിങ് ഫീൽഡ് എച്ചുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് ബി ഇസ് ഈക്വൽ ടു മ്യൂ എച്ച്. ഇനി ഇവിടെ ഫ്രീ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും, ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 എച്ച് എന്ന് വരും. അപ്പം ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ. അടുത്ത ടേം എന്താണ്, പെർമിയബിലിറ്റി ആണ് അല്ലേ. ഇറ്റ് ഈസ് എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു പെർമിറ്റ് ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ടു പാസിങ് ത്രൂ ഇറ്റ്. അതായത് എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, പെർമിയബിലിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, നമ്മളൊരു ഇക്വേഷൻ നേരത്തെ പഠിച്ചു, ബി ഇസ് ഈക്വൽ ടു മ്യൂ എച്ച് അല്ലേ. അതിൻ്റെ അകത്തുനിന്ന് പെർമിയബിലിറ്റി മ്യൂ ഇസ് ഈക്വൽ ടു ബി ഡിവൈഡ് ബൈ എച്ച്, മാഗ്നറ്റിക് ഫീൽഡ് ഡിവൈഡ് ബൈ മാഗ്നറ്റൈസിങ് ഫീൽഡ്. അടുത്ത റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി കൂടെ പഠിച്ചു വെച്ചേക്കണം. അതെന്താണ്, മ്യൂ ആർ ഇസ് ഈക്വൽ ടു മ്യൂ ഡിവൈഡ് ബൈ മ്യൂ 0. മ്യൂ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ആണ്. മ്യൂ എന്ന് പറയുന്നത് എന്താണ്, പെർമിയബിലിറ്റി ഓഫ് മെറ്റീരിയൽ ആണ്. മ്യൂ 0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ ആണ് മ്യൂ ആർ എന്ന് പറയുന്നത്. അതുപോലെ പെർമിയബിലിറ്റിയുടെ യൂണിറ്റ് ഹെൻറി പെർ മീറ്റർ ആണ്, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ ആംബിയർ സ്ക്വയർ ആണ്. അതുകൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. അടുത്ത ടേം ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ് അല്ലേ, ഐ എന്ന് പറയാം. അതെന്താണ്, യൂണിറ്റ് വോളിയത്തിൽ ഉണ്ടാവുന്ന നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഐ ഇസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ വി. വി എന്ന് പറയുന്നത് വോളിയമാണ്, എം എന്ന് പറയുന്നത് എന്താണ്, നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെൻ്റ് ആണ്. യൂണിറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് ആംബിയർ പെർ മീറ്റർ ആണ്. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് സസെപ്റ്റബിലിറ്റി ആണ്. സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ റേഷ്യോ ആണ്,
ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ്റെയും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫീൽഡിൻ്റെയും റേഷ്യോ ആണ്. നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് I ആയിട്ടാണ് ഡിനോട്ട് ചെയ്തത്. ചില പുസ്തകത്തിൽ M ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടും കറക്റ്റാണ്. നമ്മൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് വരുമ്പോൾ അത് M ആവുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ I ആയിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സസെപ്റ്റബിലിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ കൈ ആണ്. കൈ = I / H. ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ 9 പോയിൻ്റ് ഉണ്ട്. 9 പോയിൻ്റ് നല്ലോണം പഠിച്ചു വെച്ചേക്കുക. ഡയാമാഗ്നറ്റിക് ഒന്നും പഠിക്കാത്ത കുട്ടിയാണ്. പാരാമാഗ്നറ്റിക് ആവറേജ് പഠിക്കുന്ന കുട്ടിയാണ്. ഫെറോമാഗ്നറ്റിക് മിടുക്കിയാണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പഠിക്കാൻ പറ്റും. ഡയാമാഗ്നറ്റിക്കിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് വീക്ക്ലി അട്രാക്റ്റഡ് ടു മാഗ്നറ്റിക് ഫീൽഡാണ്. വീക്ക്ലി അട്രാക്റ്റഡ് ആണ്. പാരാമാഗ്നറ്റിക് എന്ന് പറയുന്നത് കുറച്ച് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ആവറേജ് കുട്ടിയാന്ന് പറഞ്ഞില്ലേ. അട്രാക്റ്റഡ് ടു മാഗ്നറ്റിക് ഫീൽഡ്. ഫെറോമാഗ്നറ്റിക് മിടുക്കിയാണ്. അതുകൊണ്ട് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ടു മാഗ്നറ്റിക് ഫീൽഡ്. രണ്ടാമത്തെ പോയിൻ്റ് ഡയാമാഗ്നറ്റിക് എങ്ങനെയാണ് പോകുന്നത്? സ്ട്രോങ്ങിൽ നിന്ന് വീക്കിലേക്കാണ് അല്ലേ. അടുത്ത പാരാമാഗ്നറ്റിക് വീക്കിൽ നിന്ന് സ്ട്രോങ്ങിലേക്കാണ്. അടുത്തത് ഫെറോമാഗ്നറ്റിക് ഓൾവേസ് സ്ട്രോങ് റീജിയൻ ആണ്. മൂന്നാമത്തെ പോയിൻ്റ് ഡയാമാഗ്നറ്റിക് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. ബിക്ക് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. പാരാമാഗ്നറ്റിക്കും ഫെറോമാഗ്നറ്റിക്കും എങ്ങനെയാണ്? പാരലാണ്. മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിരിക്കും. അടുത്ത പോയിൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എക്സ്പെൽഡ് ഔട്ട്. അതായത് ഡയാമാഗ്നറ്റിക്കിൻ്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് പോകുന്നത്? ബാർ മാഗ്നറ്റിൻ്റെ പുറത്തൂടെ എക്സ്പെൽ ചെയ്ത് പോകുന്നു. എന്നാൽ പാരാമാഗ്നറ്റിക് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയൊക്കെ എന്ത് ചെയ്യും? അത് അതിൻ്റെ അകത്തൂടെ കടത്തിവിടും. ഫെറോമാഗ്നറ്റിക്കിൻ്റെ കേസിലാകുമ്പോൾ എല്ലാ ലൈൻസിനെയും തന്നെ അതിൻ്റെ അകത്തൂടെ കടത്തിവിടും. ഡയാമാഗ്നറ്റിൻ്റെ കേസിൽ പഠിക്കാത്ത കുട്ടിയല്ലേ. അപ്പോൾ സസെപ്റ്റബിലിറ്റി എന്താണ്? നെഗറ്റീവും ആയിരിക്കും, സ്മോളും ആയിരിക്കും. പാരാമാഗ്നറ്റിക് ആവറേജ് കുട്ടി ആയതുകൊണ്ട് സസെപ്റ്റബിലിറ്റി എന്താണ്? പോസിറ്റീവും ആണ്, സ്മോളും ആണ്. ഇനി ഫെറോമാഗ്നറ്റിക് മിടുക്കി ആയതുകൊണ്ട് സസെപ്റ്റബിലിറ്റി പോസിറ്റീവും ആണ്, ലാർജും ആണ്. അതുപോലെ ഡയാമാഗ്നറ്റിക് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്നാൽ പാരാമാഗ്നറ്റിക്കും ഫെറോമാഗ്നറ്റിക്കും എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡയാമാഗ്നറ്റിക് ഒട്ടും പഠിക്കാത്ത കുട്ടി ആയതുകൊണ്ട് അവർക്ക് എന്ത് മാർക്ക് കിട്ടും? 0 മാർക്ക് കിട്ടും അല്ലേ. ഡൈപോൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. പാരാമാഗ്നറ്റിക് ഫെറോമാഗ്നറ്റിക് നല്ലോണം പഠിക്കുന്നത്, ആവറേജ് പഠിക്കുന്നത് കൊണ്ട് അവർക്ക് എന്താണ്? ≠ 0 ആണ്. ഇനി ഡയാമാഗ്നറ്റിൻ്റെ കേസിൽ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് 0-നും 1-നും ഇടയിലായിരിക്കും. വളരെ കുറവായിരിക്കും അല്ലേ. 0-നും 1-നും ഇടയിലായിരിക്കും. ഇനി അടുത്ത കേസ് എന്താണ്? പാരാമാഗ്നറ്റിൻ്റെ കേസിലാണെങ്കിൽ >1 ആയിരിക്കും, പക്ഷേ സ്മോൾ ആയിരിക്കും. ഇനി മൂന്നാമത്തെ കേസ് ഫെറോമാഗ്നറ്റിൻ്റെ കേസിൽ വെരി ഗ്രേറ്റർ ആയിരിക്കും, അതായത് 1-നേക്കാൾ കൂടുതലായിരിക്കും. ക്യൂരീസ് ലോ ആണ്. ക്യൂരീസ് ലോ എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ കേസിലാണ് ഒബേ ചെയ്യുന്നത്. അതായത് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? സസെപ്റ്റബിലിറ്റി കൈ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. കൈ = പ്രപ്പോർഷണാലിറ്റി സൈൻ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺസ്റ്റൻ്റ് എടുത്തു. അതാണ് ക്യൂരീസ് കോൺസ്റ്റൻറ്റ്, C/T എന്ന് എഴുതാം. ഇനി നമ്മൾ ക്യൂരി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെ പാരാമാഗ്നറ്റിക് മെറ്റീരിയലായിട്ട് മാറുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്യൂരി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നു? ബാർ മാഗ്നറ്റിൻ്റെ പുറത്തൂടെ എക്സ്പെൽഡ് ചെയ്ത് പോകുന്നത്, ഇതുപോലെ പോകുന്നു എന്ന് പറഞ്ഞു. ഇതിനെ നമ്മളൊരു പേര് പറയും, മീസിനർ എഫക്റ്റ് എന്ന് പറയും. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് എക്സാമ്പിൾസ് കോപ്പർ, സിലിക്കൺ, സോഡിയം ക്ലോറൈഡ്, ലെഡ് എക്സെട്ര. പാരാമാഗ്നറ്റിക്കിന് എന്തൊക്കെയാണ്? അലൂമിനിയം, സോഡിയം, ഓക്സിജൻ, കോപ്പർ ക്ലോറൈഡ്, കാൽസ്യം. ഫെറോമാഗ്നറ്റിക്കിന് സ്റ്റീൽ, സോഫ്റ്റ് അയൺ, അൽനിക്കോ. അപ്പോൾ എക്സാമ്പിൾസ് കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഇലക്ട്രോമാഗ്നറ്റിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. ഇലക്ട്രോമാഗ്നറ്റ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ്. ഇതിന് ഹൈ പെർമിയബിലിറ്റി ഉണ്ട്, അതുപോലെ റിട്ടൻറ്റിവിറ്റി ഉണ്ട്.
ഇനി സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻ കോയിൽഡ് കണ്ടക്ടർ, നമ്പർ ഓഫ് ടേൺസിനെയും അതുപോലെ കറണ്ടിൻ്റെ സ്ട്രെങ്തിനെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി എനർജി ലോസ് ഇവിടെ സ്മോളാണ്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ബെൽസിലും ലൗഡ് സ്പീക്കറിലും ടെലഫോണിലും ഡയഫ്രത്തിലും ഒക്കെയാണ്.